ഹായ്, ഫുട്ബോളിൽ ഒരു ബാക്സിൻ്റെ ഒരു സർവേ നടത്തിയപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫുട്ബോളിലെ 4 പൊസിഷൻ, അതായത് റൈറ്റ് വിങ് ബാക്ക്, റൈറ്റ് സ്റ്റോപ്പർ ബാക്ക്, ലെഫ്റ്റ് സ്റ്റോപ്പർ ബാക്ക്, ലെഫ്റ്റ് വിങ് ബാക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു സർവേ എടുത്തപ്പോൾ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിക്കുന്നത് റൈറ്റ് വിങ് ബാക്കിലാണെന്നുള്ളതാണ്. അതായത് റൈറ്റ് വിങ് ബാക്ക് എന്ന പൊസിഷനിലാണ് ഏറ്റവും കൂടുതൽ പ്ലെയേഴ്സ് ഓപ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത് ഓപ്റ്റ് ചെയ്യുന്നത് സ്റ്റോപ്പർ ബാക്ക്. പലപ്പോഴും നമ്മൾ ഈ റൈറ്റ് സ്റ്റോപ്പർ ബാക്ക്, ലെഫ്റ്റ് സ്റ്റോപ്പർ ബാക്ക് പറയുന്നുണ്ടെങ്കിലും പ്ലെയേഴ്സ് വരുന്നത് എങ്ങനെ അറിയാം, ഞാൻ സ്റ്റോപ്പർ ബാക്ക്. പിന്നെ അതിനകത്ത് 2 പ്ലെയേഴ്സിനെ വിടുമ്പോൾ അവർ പോയി റൈറ്റും ലെഫ്റ്റും നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പെസിഫിക്കലി ലെഫ്റ്റ് സ്റ്റോപ്പർ ബാക്ക് എന്ന് പറയുന്ന പ്ലെയേഴ്സ് വളരെ കുറവ്. അപ്പം റൈറ്റ് വിങ് ബാക്ക്, അതിനുശേഷം പ്രിഡോമിനൻ്റായിട്ട് ഏറ്റവും കൂടുതൽ പ്ലെയേഴ്സ് വരുന്നതാണ് റൈറ്റ് സ്റ്റോപ്പർ ബാക്ക്. അത് 2 പ്ലെയേഴ്സിനെ വിട്ടാൽ തന്നെ ഞാൻ റൈറ്റിൽ കളിക്കാമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്ലെയർ റൈറ്റിലോട്ട് വരിക ചെയ്യുന്നത്. പിന്നീടാണ് വരുന്നത് ലെഫ്റ്റ് സ്റ്റോപ്പർ ബാക്ക്. അപ്പോൾ ലെഫ്റ്റ് സ്റ്റോപ്പർ ബാക്ക് പ്രധാനമായിട്ടും ലെഫ്റ്റിന് കിക്ക് ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ ആ ഒരു ലെഫ്റ്റ് ലെഗിൻ്റെ യൂസ് കുറവായിട്ട് പ്ലെയേഴ്സ് അതിലാണ്. ലാസ്റ്റാണ് വരുന്നത് ലെഫ്റ്റ് വിങ് ബാക്ക്. അതായത് ലെഫ്റ്റ് വിങ് ബാക്കിൽ ഏറ്റവും കൂടുതൽ പ്ലെയേഴ്സ് വളരെ പ്രിഡോമിനൻ്റായിട്ട് ലെഫ്റ്റിൽ കളിക്കുന്ന ഏറ്റവും കൂടുതൽ പ്ലെയേഴ്സ് വളരെ പ്രിഡോമിനൻ്റായിട്ട് കുറവായിട്ടുള്ള പൊസിഷനാണ് ലെഫ്റ്റ് വിങ് ബാക്ക്. അപ്പം ഒരു സ്റ്റാറ്റിക്സിൽ ഏറ്റവും കൂടുതൽ കാണുന്ന റൈറ്റ് വിങ് ബാക്ക് ഡോമിനൻറ്റ്, റൈറ്റ് സ്റ്റോപ്പർ ബാക്കാണ് പിന്നെ ഏറ്റവും കൂടുതൽ പ്ലെയേഴ്സ് ഉള്ളത്, പിന്നീടാണ് ലെഫ്റ്റ് സ്റ്റോപ്പർ ബാക്ക്, പിന്നീട് ലെഫ്റ്റ് വിങ് ബാക്ക്. ഇങ്ങനെയാണ് ഫുട്ബോളിൽ ഒരു ഡിഫൻസിൻ്റെ ഒരു സ്റ്റാറ്റിക്സ് വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി കൂടുതൽ പ്ലെയേഴ്സ് ഈ ഇല്ലാത്ത പൊസിഷനിലേക്ക് കളിച്ച് നിങ്ങളുടെ പ്രിഫേർഡ് ലെഗ് ലെഫ്റ്റും കൂടെ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കളിയിൽ എക്സൽ ചെയ്യാൻ പറ്റും.